നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ മുന്നിൽ എപ്പോഴും സന്തോഷമായി ഇരിക്കുന്നത് അവരെ കൊല്ലുന്നതിന് തുല്യമാണ്. ഒരൊറ്റ തോൽവിയെയും അന്തിമ തോൽവിയുമായി ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അധ്വാനമില്ലാതെ ഒന്നും അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല. വിജയവും പരാജയവും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം നടപടിയെടുക്കാനുള്ള കഴിവാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ദിവസമാണ് നിങ്ങൾ മെച്ചപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തുക. പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് തോന്നിയപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭൂരിഭാഗവും നേടിയത്. നിങ്ങൾ എവിടെയായിരുന്നാലും ആരംഭിക്കുക, ഉള്ളത് ഉപയോഗിക്കുക, നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക. നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എപ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. തടസ്സങ്ങൾ ഉണ്ടാകും, സംശയമുണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും. എന്നാൽ കഠിനാധ്വാനം കൊണ്ട് അത് ലഭിച്ചിരിക്കും. എത്ര കഴിവുകൾക്കും കഠിനാധ്വാനത്തെ മറികടക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് യാന്ത്രികമായി വിജയം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നമുക്ക് കാറ്റിന്റെ ദിശ മാറ്റാൻ കഴിയില്ല, പക്ഷേ എപ്പോഴും ലക്ഷ്യസ്ഥാനത്തെത്താൻ നമുക്ക് കപ്പലുകൾ ക്രമീകരിക്കാൻ കഴിയും. മാറ്റത്തിന്റെ രഹസ്യം പഴയതിനെതിരെ പോരാടുന്നതിലല്ല, മറിച്ച് പുതിയത് കെട്ടിപ്പടുത്തുന്നതിലാണ്. നിങ്ങളുടെ മുഴുവൻ ഊർജവും അതിനായി കേന്ദ്രീകരിക്കുക. പരാജയത്തിൽ പടുത്തുയരുക, അത് ചവിട്ടുപടിയായി ഉപയോഗിക്കുക. ഭൂതകാലത്തിന്റെ വാതിലടക്കുക. നിങ്ങളുടെ ഊർജം, സമയം ഒന്നും പഴയ തെറ്റുകളിൽ വസിക്കാൻ അനുവദിക്കരുത്. ദുരിതവും സന്തോഷവും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം നാം ശ്രദ്ധയോടെ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സംസാരിക്കുന്ന സമയത്ത് പങ്കാളി തന്റെ പേര് കൂടുതൽ തവണ വിളിക്കുന്നത് സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. വിജയം ആഘോഷിക്കുന്നത് നല്ലതാണ്, പക്ഷേ പരാജയത്തിന്റെ പാഠങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ പ്രധാനം. ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളത് ചെയ്യുമെന്ന് നിരന്തരം ഭയപ്പെടുക എന്നതാണ്. വലിയ തോതിൽ പരാജയപ്പെടാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. പണമോ സ്ഥാനമോ അല്ല, സന്തോഷമാണ് പരമമായ കറൻസിയായി കണക്കാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ അളവുകോലാകുന്ന കറൻസി. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും, നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ചു കൂടെ നിർത്തുക. നിങ്ങൾ ഒരാളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കരയുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് ഒരു രഹസ്യം ആരോടും പറയാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് 47 മണിക്കൂറും 15 മിനിറ്റുമാണ്. അത് കഴിഞ്ഞാൽ വിശ്വസ്തനായ ഒരു വ്യക്തിയോട് ഇതേപ്പറ്റി സൂചിപ്പിക്കുക എങ്കിലും ചെയ്തിരിക്കും. നിങ്ങൾ മാറി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്ന് മാത്രമാണ്. നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകും തോറും നിങ്ങളുടെ വിജയത്തിന്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക. നമ്മളോട് പരിചയമുള്ള ആരെങ്കിലും നമ്മളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കാലത്ത് ചെയ്ത എല്ലാ മോശം കാര്യങ്ങളിലൂടെയും മനസ്സ് ഒന്ന് ഓടിക്കും. ഏതൊരു വസ്തുവിന്റെയും മൂല്യം അതിൽ മാത്രമല്ല ഇരിക്കുന്നത്, നമുക്ക് അതിനോടുള്ള മനോഭാവത്തിൽ കൂടിയാണ്. ആഗ്രഹിക്കാത്തതൊന്നും ചെയ്യരുത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. മാറ്റത്തെ ഭയപ്പെടരുത്. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. പരാതി പറയുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ജോലി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ എത്തിയില്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നും പൂർണ്ണമായി ഒഴിവാക്കുക.
നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറും. സന്തോഷകരമായി ഇരിക്കാൻ 2 വഴികളുണ്ട്. സാഹചര്യം മാറ്റുക, സാഹചര്യത്തോട് നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ഏറ്റവും സങ്കീർണമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതിനെ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്ന ആളെയാണ് പ്രതിഭാശാലി എന്ന് വിളിക്കുന്നത്. വിജയം അളക്കേണ്ടത് ജീവിതത്തിൽ ഒരാൾ എത്തിച്ചേർന്ന സ്ഥാനത്തിലല്ല, വിജയിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ മറികടന്ന പ്രതിബന്ധങ്ങൾ കൊണ്ടാണ്. പരിണമിക്കാനും മെച്ചപ്പെടാനുമുള്ള അവസരങ്ങളായി നിങ്ങൾ തിരിച്ചടികളെ കാണുമ്പോൾ സ്ഥിരോത്സാഹം നിങ്ങളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്നു. വിജയം എളുപ്പമല്ല, പക്ഷെ അത് വളരെ മധുരമായിരിക്കും. നേതാക്കൾ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അനുയായികൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കാവശ്യമായ പ്രചോദനം നിങ്ങൾക്കുള്ളിൽ കണ്ടെത്തുക. ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ എത്ര നന്നായി പ്രവർത്തിക്കുന്നു എന്നതാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ പരിശോധന. മറ്റുള്ളവർ എന്തു ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കൂ. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും. ഉരുളക്കിഴങ്ങിനെ മൃദുവാക്കുന്ന ചൂടുവെള്ളം തന്നെയാണ് മുട്ട ഉറപ്പുള്ളതാക്കുന്നതും. നിങ്ങളുടെ കഴിവുകളാണ് സത്യത്തിൽ വിജയം നിർണയിക്കുന്നത്, സാഹചര്യങ്ങളല്ല. ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കത് പണമായിരിക്കും, ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കും, ചിലർക്ക് നല്ല ജോലിയായിരിക്കും. മറ്റുള്ളവരുടെ വിജയത്തിന്റെ അളവുകോൽ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക. സ്വന്തം ജീവിത വിജയം സ്വയം കണ്ടെത്തുക. നെഗറ്റീവ് ഓർമ്മകളെ ദീർഘനേരം പിടിച്ചു നിർത്തി പോസിറ്റീവ് ആയവയെ എളുപ്പത്തിൽ വിട്ടുകളയുന്നത് തികച്ചും മനുഷ്യ സഹജമാണ്. അതിനെ മറികടക്കാൻ ബോധപൂർവമായുള്ള പരിശ്രമം ആവശ്യമാണ്. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും സമർപ്പിക്കുക. അതാണ് വിജയത്തിന്റെ രഹസ്യം. സ്നേഹിക്കുന്ന സ്ത്രീയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇതുവഴി നിങ്ങളെ അവൾ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മായ്ക്കുകയില്ല. സ്വയം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കും.